വട്ടുണ്ടോ? ദേ തെണ്ടി ചെറുക്ക, നീ എന്റെ കയ്യിന്ന് വാങ്ങൂട്ടോ. ഉടുത്തൊരുങ്ങി അകത്തമ്മയായി ഇവിടെ വാഴാന്നാണ് നിന്റെ മോഹം അല്ലടി? വേണ്ട വേണ്ട, നീ വെറുതെ ബുദ്ധിമുട്ടുമൊന്നും വേണ്ട. കാര്യം എനിക്ക് മനസ്സിലായി. ഇവളിവിടെ എന്തെടുക്ക? വഴിയുണ്ടടി, നിന്നെ ഒതുക്കാന്നൊന്ന് ഞാനൊന്ന് നോക്കട്ടെ. ക്യാ ഹുവാ തേരാ വാദാ? അരെ മധു, എന്താ കാഞ്ചനാമേ? നീ എന്തെടുക്ക? കാഞ്ചനാമ്മ കാണുന്നില്ലേ? പാല് ചൂടാക്കുക ശാലിനി കുഞ്ഞിന്. നീ ഒരു കാര്യം ചെയ്, ഈ ചൂടുവെള്ളം കൊണ്ടേ ഗാതമോക്ക് കൊടുക്ക്. അവള് മുറിയിലിരുന്ന് പതിക്കുക. പാലിന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ഇത് കൊടു. ജാവോ പാല്, ജാവോ, ചെല്ലടി. ദേ കുഞ്ഞെ വെള്ളം. ഞാൻ ചോദിച്ചില്ലല്ലോ. മധുവിനെന്താ വട്ടുണ്ടോ? അല്ലാതെ തന്നെ ഞാനിപ്പോ വെള്ളം കുടിച്ച മട്ട. കാഞ്ചനാമ്മ പറഞ്ഞിട്ടാ. എങ്കിലത് മമ്മിക്ക് തന്നെ തിരിച്ചു കൊടുത്തേക്ക്. പ്രഷർ അല്പം കൂടുതലാ, അതിന് വെള്ളം നല്ലതാ. അല്ല മോളെ, ഞാനത് തിരിച്ചു കൊണ്ടുവന്ന. എന്റെ മാധു ചേച്ചി, എനിക്ക് ഒത്തിരി പഠിക്കാനുണ്ട്. എന്നെ ഡിസ്റ്റർബ് ചെയ്യല്ലേ. അയ്യോ, ഈച്ച വീണല്ലോ. വേറെ പാലും ഇല്ല, ഇനി എന്ത് ചെയ്യും? ഒന്ന് മാറി നിക്കടാ ചെക്ക. ആരാന്ന് പറ. ദേ തെണ്ടി ചെറുക്ക, നീ എന്റെ കയ്യിന്ന് വാങ്ങൂട്ടോ. ഈ രാധിക ആരാണെന്നേ നിനക്ക് അറിഞ്ഞൂടാ. രാധികാവാ? മാറി നിക്കടാ. ആഹാ, ഉടുത്തൊരുങ്ങി അകത്തമ്മയായി ഇവിടെ വാഴാന്നാണ് നിന്റെ മോഹം അല്ലടി? ഈ രാധിക ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് നടക്കാൻ പോകുന്നില്ല. രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോവൂ. രാധികേ, എന്തിനാണമ്മേ ഈ വയ്യാവേലിയൊക്കെ എടുത്ത് തലയിൽ കെറ്റി വെച്ചിരിക്കുന്നെ? ഇതൊക്കെ അന്വേഷിക്കാൻ നീ ആരാ? നിന്നെ ആരാ ഇപ്പൊ ഇങ്ങോട്ട് ക്ഷണിച്ചത്? അമ്മേ. അതെ, അമ്മ തന്നെയാ. പക്ഷെ നിന്റെ അല്ല. ഇതാ ഈ നിൽക്കുന്ന കുട്ടികളുടെ. ഭർത്താവിന്റെ വാക്കുകൾ കേട്ട് എന്നെ വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയോളല്ലേ നീ? ഞാൻ നിന്റെ കാല് പിടിച്ച് കരഞ്ഞില്ലേ? അപ്പോഴൊന്നും ഈ പെറ്റു വളർത്തിയ അമ്മയല്ലായിരുന്നല്ലോ വലുത്, നിന്റെ ഭർത്താവല്ലായിരുന്നോ വലുത്? എന്നിട്ടിപ്പോ എന്തിനാ നീ അമ്മ അന്വേഷിച്ച് വന്നിരിക്കുന്നത്? അമ്മ എന്നെ എന്ത് വേണേലും പറഞ്ഞോളൂ, ഞാൻ കേട്ടോളാം. എന്നെ വേണമെങ്കിൽ തല്ലോ കൊല്ലോ എന്ത് വേണമെങ്കിലും ആയിക്കോ, ഞാൻ സഹിച്ചോളാം. എനിക്ക് എന്റെ അമ്മയെ വേണം.
എനിക്ക് എന്റെ തെറ്റുകൾ മനസ്സിലായമ്മേ. ധനേട്ടനും ആകെ സങ്കടത്തിലാ. അമ്മയെ വേദനിപ്പിച്ചതില് ധനേട്ടനും സങ്കടമുണ്ട്. ധനേട്ടനാ എന്നെ ഇപ്പം ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. ഓഹോ, അത് ശരി. അപ്പൊ നീ നിന്റെ സ്വമേധയാ വന്നതല്ല. അത് പിന്നെ അമ്മേ, ധനേട്ടനും... വേണ്ട വേണ്ട, നീ വെറുതെ ബുദ്ധിമുട്ടൊന്നും വേണ്ട. കാര്യം എനിക്ക് മനസ്സിലായി. വന്ന കാര്യം എന്താന്ന് വെച്ചാ വേഗം പറഞ്ഞിട്ട് എന്റെ മോള് പോവാൻ നോക്ക്. എനിക്ക് തൃപ്തിയായമ്മേ. ആദ്യം തെണ്ടി പിള്ളേരെ കൊണ്ട് എന്നെ അപമാനിപ്പിച്ചു. ഇപ്പൊ അവരുടെ മുന്നിൽ വെച്ച് അമ്മ എന്നെ അപമാനിച്ചു. രാധികേ, മേലിൽ ഈ കുട്ടികളെ നീ അങ്ങനെ വിളിച്ചു പോകരുത്. ഇവര് തെണ്ടിപ്പിള്ളേരല്ല, എന്റെ മക്കളാ. ഈ നിർമ്മലയുടെ സ്വന്തം മക്കള്. എന്റെ മുന്നിൽ വെച്ച് നീ ഇനി അവരെങ്ങനെ വിളിച്ച എന്റെ സ്വഭാവം നിനക്ക് ശരിക്കറിയാലോ. എനിക്കിത് കിട്ടണം. ധനേട്ടന്റെ വാക്ക് കേൾക്കാതെ അമ്മയെ കാണാമെന്ന് എനിക്ക് ഇത് തന്നെ കിട്ടണം. നിർത്തടി നിന്റെ ഒരു അഭിനയം. നീ ആദ്യം എന്താ പറഞ്ഞത്? നിന്റെ ധനേട്ടൻ പറഞ്ഞിട്ടാ വന്നതെന്ന്. ഇപ്പൊ പറയുന്നു അവന്റെ വാക്ക് ധിക്കരിച്ചിട്ടാ വന്നതെന്ന്. ഇതിലേതാടി ശരി? രണ്ടുപേരും കൂടി ചേർന്ന് തന്ത്രങ്ങൾ മെനഞ്ഞിട്ട് വന്നിരിക്കുന്നു. അതല്ലേടി സത്യം? അമ്മ എന്ത് ധരിച്ചാലും കൊള്ളാം, എനിക്കതൊരു പ്രശ്നമല്ല. പക്ഷെ എനിക്കൊരു കാര്യം അറിയണം. അമ്മയുടെ ഉദ്ദേശം എന്താ? മനസ്സിലായില്ല. സ്വന്തം മക്കളെയും മരുമകനെയും അടിച്ചിറക്കി വിട്ടിട്ട് കണ്ട അലവരാതികളെല്ലാം വീട്ടിൽ കയറ്റി താമസിപ്പിക്കുന്നത് എന്തിനാണെന്ന്. അടിച്ചിറക്കി വിട്ടതല്ലോ, സ്വയം ഇറങ്ങി പോയതല്ലേ. പിന്നെ ഇതെന്റെ വീടാണ്, എന്റെ മാത്രം വീട്. ഇവിടെ ആരൊക്കെ താമസിക്കണം താമസിക്കണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. അത് പോരെങ്കിലോ, ഞങ്ങളും അമ്മയുടെ മക്കളാണ്. ഞങ്ങൾക്കും ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. മക്കളാണെന്ന് ഞാൻ അംഗീകരിച്ചാലല്ലേ അവകാശങ്ങൾ തരേണ്ടതുള്ളൂ. ഈ വീടും എന്റെ സർവ്വ സ്വത്തുക്കളും ഞാൻ വല്ല ധർമ്മസ്ഥാപനങ്ങളുടെയും പേരിൽ എഴുതി വെക്കും. താലോലത്തിന്റെ പേരിലെന്ന് പറയമ്മേ, അതല്ലേ കൂടുതൽ ശരി. എന്താ അമ്മയ്ക്ക് നാവിറങ്ങിപ്പോയോ? എല്ലാ അരുന്ധതി എന്ന് പറയുന്ന വൃത്തിയായിട്ട സ്ത്രീയുടെ തന്ത്രങ്ങളാണെന്ന് എനിക്കറിയാം. അമ്മ അവര് പറഞ്ഞു മയക്കിയിരിക്കുക. രേണുക ഇല്ലാതാക്കിയതും ആ സ്ത്രീയാ. അല്ലാതെ നിന്റെ ഭർത്താവല്ല അല്ലേ? അമ്മേ, എന്റെ മോളെ ഇല്ലാതാക്കി അവൾക്ക് അവകാശപ്പെട്ടതെല്ലാം കൈക്കലാക്കാൻ അവൻ കളിച്ച കളികളല്ലേടി ഇതെല്ലാം. ഓഹോ, ഇതും ആ സ്ത്രീ തന്നെ പറഞ്ഞു പഠിപ്പിച്ചതാണല്ലേ. പക്ഷെ അമ്മ ഒരു കാര്യം ഓർത്തു. ചാകുമ്പോ തലക്കിലിരുന്ന് കരയാൻ സ്വന്തം പെൺമക്കളെ മാത്രമേ കാണൂ, മറ്റാരും കാണില്ല. ജീവിച്ചിരിക്കുമ്പോ ഇല്ലാത്തത് ചത്തു കഴിഞ്ഞിട്ട് എന്തിനാടി? അതും തലക്കിലിരുന്ന് കരയാൻ വേണ്ടി മാത്രമായിട്ട്. നോക്കിക്കോ, അമ്മ ഇതിനെല്ലാം അനുഭവിക്കും. ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ഓർത്ത് അമ്മ ദുഃഖിക്കും. ഇതിൽ കൂടുതൽ ഇനി എന്താ അനുഭവിക്കാനും ദുഃഖിക്കാനും ഒക്കെ അടി? ഒക്കെ നിങ്ങളായിട്ട് ഈ അമ്മയ്ക്ക് തന്നു കഴിഞ്ഞില്ലേ? അമ്മ ഈ മകളെ അന്വേഷിച്ച് വന്നില്ലെങ്കിൽ നോക്കിക്കോ, ഇനി മേലിൽ രാധ ഈ പാടി ചവിട്ടില്ല. നിങ്ങൾ എവിടെ പോകുന്നു? ഞങ്ങൾ പോവാ ടീച്ചറമ്മ. ഞങ്ങൾ ഇനി ഇവിടെ നിന്നാ ടീച്ചറമ്മേരെ മക്കൾ വന്ന് പിന്നെയും വഴക്കുണ്ടാക്കും. ടീച്ചറമ്മ കരയും. ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പൊക്കോളാം ടീച്ചറമ്മ. എന്റെ മക്കളെ, നിങ്ങൾ എങ്ങോട്ട് പോവാൻ? നിങ്ങൾ ഒരിടത്തേക്കും പോകണ്ട. ഇതാ നിങ്ങളുടെ വീട്. വഴക്കുണ്ടാക്കാൻ ആരും ഇങ്ങോട്ട് വരില്ല. ടീച്ചറമ്മയല്ലേ പറയുന്നത്? വേണ്ട ടീച്ചറമ്മ, അത് ശരിയാവില്ല. ദിനേശേക്കാനെ അരുന്താതി അമ്മയുടെ താക്കിയിട്ട് മുത്തു തെരുവിൽ തന്നെ കഴിഞ്ഞോളാം. ഇല്ല, ഞാനത് സമ്മതിക്കില്ല. നിങ്ങൾ എങ്ങോട്ടും പോവാൻ ഈ ടീച്ചറമ്മ സമ്മതിക്കില്ല. നിങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ ടീച്ചറമ്മയ്ക്ക് ആരും. നീ പോകോടി മോളെ. ഈ ടീച്ചറമ്മ ഒറ്റയ്ക്കാക്കിയിട്ട് നീ നിന്റെ അനിയനെയും കൊണ്ട് പോവോ?
പാവം ടീച്ചറമ്മയ്ക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളും കൂടി ഇട്ടിട്ട് പോയാ പിന്നെ എനിക്ക് വേറെ ആരാ ഉള്ളത്? വാ മക്കളെ, വാ. ആ, അങ്ങനെയൊന്നും പറഞ്ഞ പറ്റുകയില്ല. ഞങ്ങൾ തീരുമാനിച്ചിരിക്കാം. ഇത്തവണ വരുമ്പോ എന്തായാലും അത് നടത്തിയേ പറ്റൂ. ഞങ്ങളുടെ തീരുമാനം അത്. ദേ, അപ്പച്ചൻ ഇരിപ്പുണ്ട്, കൊടുക്കാം. അമേരിക്കയിൽ നിന്ന് കെവിന്. ഓഹോ. ഹലോ മോൻ, എക്സാം എങ്ങനെ ഇരുന്ന്? എളുപ്പമായിരുന്നു, നന്നായിട്ട് എഴുതിയ അപ്പച്ച. ആ, ഗുഡ്. അപ്പോ ഇനി റിസൾട്ട് മിക്കവാറും 1 മാസത്തിനുള്ളിൽ വരുമെന്ന് തോന്നുന്നു അപ്പച്ച. കഷ്ടിച്ച് 1 മാസം കൂടെ കഴിഞ്ഞാൽ നീ നാട്ടിലെത്തും അല്ലേ? അപ്പച്ച, മറ്റൊരു ഹയർ സ്റ്റഡിക്ക് കൂടി അപ്ലൈ ചെയ്താൽ എന്തോന്ന് ആലോചിക്കാൻ ഞാൻ. എനിക്ക് കിട്ടും, ഷുവർ. അപ്പോ നീ ഇനി 1 വർഷം കൂടി അമേരിക്കയിൽ? അതെന്തായാലും വേണ്ട മോനെ, ഇത്രയൊക്കെ മതി. ദേ, റിസൾട്ട് വന്നാല് എത്രയും വേഗം ടിക്കറ്റ് ബുക്ക് ചെയ്തോണം. അപ്പച്ച, ഞാൻ ഈ കോഴ്സ് കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട്. നോ നോ കെവിൻ, ഇവിടെ എനിക്കും നിന്റെ അമ്മച്ചിക്കും വേറെ ആരാ ഉള്ളത്? നിന്റെ ചേച്ചിയുടെ കാര്യം അറിയാവല്ലോ. ശരി അപ്പച്ച, ഞാൻ പിന്നീട് വിളിക്കാം. ഓക്കെ ഓക്കെ, ബൈ ബൈ. അവൻ വന്നാൽ ഉടനെ കല്യാണം കഴിപ്പിക്കണം. ആ, ക്ലാരയുടെ കാര്യത്തിൽ അവന് വല്ലാത്ത ദുഃഖമുണ്ട്. അവളുടെ കാര്യം പറഞ്ഞതുകൊണ്ടാ അവൻ ഉടനെ ഫോൺ കട്ട് ചെയ്തത്. അവനൊരു പെണ്ണാലോചിക്കുന്ന എങ്ങനാ? ആൾക്കാർ നമ്മുടെ മോളെപ്പറ്റി ചോദിച്ചാൽ എന്തു മറുപടി പറയും? അമേരിക്കൻ എന്റെ മോനെന്ന് വന്നോട്ടെ, ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി ക്ലാരയെ വിളിച്ചോണ്ട് വരും. ഇടയ്ക്കവൻ വെക്കേഷന് വന്നപ്പോ രണ്ടാളും കൂടി ഫോണിലൂടെ ട്രൈ ചെയ്തതല്ലേ? എന്നിട്ടെന്തായി? നേരിട്ട് ചെല്ലുമെന്ന് പറഞ്ഞപ്പോ ചെന്നാൽ അവൾ അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പൊയ്ക്കളയുമെന്ന് ഭീഷണി മുഴക്കിയതല്ലേ? അതുപോലാണോ ഇനി? അവളെ കരുതി എത്ര പേരെ അവിടെ തീ തിന്നുന്നത്. എന്റെ മോനൊരു ജീവിതം വേണം, അതിന് അവള് വന്നേ തീരൂ. വന്നില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും ഈ മോളിക്കുട്ടിയുടെ ജീവിതത്തിൽ അവൾക്ക് സ്ഥാനം ഉണ്ടാവില്ല. അങ്ങനെ ഒരെണ്ണത്തിനെ പ്രസവിച്ചില്ലെന്ന് ഞാൻ അങ്ങ് തീരുമാനിക്കും. സ്നേഹമോൾ മരിച്ചിട്ട് ഇന്നലെ 4 വർഷം തികഞ്ഞു. മരിച്ചുപോയ സ്നേഹമോളുടെ ഓർമ്മയിൽ മറ്റൊരു കുട്ടിയെടുത്ത് വളർത്തുകയാണ് അവൾ. ഇനി ആ കുട്ടിയായിട്ട് അവൾ കയറി വന്നാൽ